ജനനം ഒരു നാൾ സൃഷ്ടിക്കുന്നു, വരവ് മുഖങ്ങളായി, മരണം മറ്റൊരു രീതിയിൽ പോക്കുമുഖങ്ങളായും അണിചേരുന്നു. ജനനവും മരണവും പ്രകൃതിയും കാലവും ഇണചേർന്ന് നടപ്പാക്കുന്ന ഒരുതരം കളിക്രിയകൾ. അനൂപിന്റെ രാവിലത്തെ കവിതയാണ്, മനസ്സിലായില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PSC പരീക്ഷാ ക്രമക്കേടിൽ SIT അന്വേഷണം നിർണായക ഘട്ടത്തിൽ. കേസെടുക്കാൻ SIT നിയമോപദേശം തേടി. പ്രാഥമിക റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറും. കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. 40-ലേറെ പരാതികളാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചത്. ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും തുടരുകയാണ്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേടാണ് ആഭ്യന്തര വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. CJP പ്രതിഷേധത്തിന്റെ ചൂടിൽ കേരളത്തിലെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ നടന്മാരൊക്കെ രംഗത്ത് വന്നിരുന്നു. കേരളത്തിലും ഒരു കുഞ്ഞു മാറ്റാ വിപ്ലവത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെ നടത്തിയേ മതിയാകൂ. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? അന്വേഷണം ഏത് ഘട്ടത്തിൽ എങ്ങനെ നിൽക്കുന്നു PSCയിൽ? അരുൺകുമാർ, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് SITയുടെ അന്വേഷണമാണ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടിയിരിക്കുകയാണ് SIT. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഏതാണ്ട് 45-ലേറെ പരാതികൾ ഇതിനോടകം തന്നെ SITക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൽ ഗൌരവമുള്ള പരാതികളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലേക്കും KS പരീക്ഷ, അതുപോലെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ തസ്തിക, അങ്ങനെ തുടങ്ങിയ നിരവധി പരീക്ഷാ ക്രമക്കേടുകൾ. അത് സംബന്ധിച്ച റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ പരാതികൾ, അവരുടെ മൊഴി രേഖപ്പെടുന്നു, അവർ കൈമാറുന്ന രേഖകൾ പരിശോധിക്കുന്നു. ഒപ്പം PSC ആസ്ഥാനത്ത് പലതവണയായി പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകൾ പരിശോധന നടത്തി. പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ SIT. ഏതായാലും നിയമോപദേശം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ SIT DGPക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് കൈമാറുക. DGPയുടെ അനുമതിയോടെ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഏതായാലും വഴിത്തിരിവിലേക്ക് എത്തുകയാണ് ഈ PSC പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച പരാതികൾ, ആരോപണങ്ങൾ. അതേസമയം തന്നെ PSC ആഭ്യന്തര വിജിലൻസ് സംഘം അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന PSC യോഗത്തിൽ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് PSC ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. നിലവിൽ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിജിലൻസ് ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേട് മാത്രമാണ്, അത് സംബന്ധിച്ച പരാതി മാത്രമാണ് പരിശോധിക്കുന്നത്. അതേസമയം SIT അങ്ങനെയല്ല, ലഭിക്കുന്ന എല്ലാ പരാതികളും പരിശോധിച്ച് അതിൽ ഗൌരവമുള്ളത് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ പറയുന്നു PSC നിയമനത്തിലും മെല്ലപ്പോക്കാണ്. അതാണല്ലോ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിക്കുന്നതും അവർക്ക് പിന്തുണയുമായി ടൊവിനോ അടക്കമുള്ളവർ രംഗത്ത് വരുന്നതും.